ഇന്നത്തെ സ്പെഷ്യലാണ് ഗൈസ്. നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീഫാണ്. ബീഫും പിന്നെ തേങ്ങാച്ചോറും ഇന്നത്തെ സ്പെഷ്യലാണ്. ബാക്കി ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ കാണാം. ഓക്കെ ഗൈസ്, എന്താ തേങ്ങാച്ചോറിനുള്ള ഉള്ളി കട്ട് ചെയ്യാണ്. ഉള്ളിയൊക്കെ മുറിച്ച് വെക്കുകയാണ്. എന്താ ഉലുവട്ടിങ്ങനെ തേങ്ങാച്ചോറുകളാണിത്. ബീഫിൻ്റെ ഇതാ ഒന്നും ആയിട്ടില്ല. എൻ്റെ കയ്യിട്ട് വീയക്കൊണ്ട് ഇതാ ബീഫിൻ്റെ ഏകദേശം ഇങ്ങനെയാണ്. അതിൽ നെയ്യുള്ളത് കളയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഉമ്മാൻ്റെ ബുദ്ധിയാണ് ഇത്. ഇത് ചെയ്തതിന് ശേഷം ബീഫ് നമുക്ക് പോവുള്ളൂ ഗൈസ്. ഓക്കെ ഓക്കെ, ബാക്കി കഴിഞ്ഞിട്ട് കാണാം. ശരി. ഇവിടെ കറണ്ടൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് നേരം ഫോണിൽ കളിക്കാം. പബ്ജി എടുക്കാം. പബ്ജി ഉമ്മാൻ്റെ ഏകദേശം ആവാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ആവുന്നവരെ കുറച്ച് നേരം പബ്ജി കളിക്കാം. കഴിഞ്ഞിട്ട് കാണാം. കളി കഴിഞ്ഞ് ഇത് ഓഫാക്കിയിട്ട് നമുക്ക് എന്തായിന്ന് പോയേക്കാം. ഇവിടെ എന്തായി ഉമ്മ? ഉള്ളി കട്ട് ചെയ്യാണ്, തക്കാളി കട്ട് ചെയ്യാണ്. ബീഫിനുള്ളതല്ലേ? എന്നാൽ ഓക്കെ. ഏകദേശം എന്തെങ്കിലും ആയിട്ട് ശേഷം ലാസ്റ്റ് നമുക്ക് എന്താ സാധനം ബീഫ് എന്താ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ബൈ. അരി എടുക്കണം. കോക്കനട്ട് റൈസ്, ഇതിനുള്ള അരി കഴുകുക കേട്ടോ. ബീഫ് ഇത് അടുപ്പത്ത് വെച്ചിരിക്കണേ. ഇതാ അരി ഇടാനുള്ളത്. തേങ്ങ ഒക്കെ ഇട്ടിരിക്കണേ അല്ലേ? തേങ്ങ ഒക്കെ ഇട്ട് അമ്മ അവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇത് കഴിച്ച് അരി കഴുകണം. അരി ഇടുക. ഇനി ബാക്കി റെഡി ആയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്നാവട്ടെ. നല്ല സ്മെല്ലുണ്ടല്ലോ അമ്മ. ഇത് കൂട്ടിയിട്ട് പിടുത്തം പിടിക്കാനുള്ള ഉമ്മാൻ്റെ സ്പെഷ്യൽ ആണ്. ഇതവിടെ ചോറവിടെ അമ്മ. ഇതവിടെ ഉണ്ട് ചോറ്. ഇപ്പോൾ കാണിച്ചുതരാം. ഇതാ തേങ്ങാച്ചോറായി. ഇതിൽ സാമ്പാറുണ്ട്, ഇതിൽ ചോറ്. ബീഫ് ഫ്രൈക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാം അമ്മമാരുടെ പരിപാടി. സെറ്റ് സാധനം. ഞായിട്ട് കാണാം. ബീഫ് നമുക്ക് പോയി വെക്കാം. സാധനം തയ്ക്കണ്ട കേട്ടോ. ഇതാ രണ്ടും കൂടിയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചൊക്കെ നമുക്ക് സെറ്റാക്കാം. കുറച്ച് കൊടുക്കാം. ഇത്തിരി മതി, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്. നല്ലൊരു പീസ് നോക്കിയിട്ട് തന്നെ എടുക്കാം. കുറച്ച് മതി. സെറ്റ് സാധനം കേട്ടോ.
ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ കുഴച്ചിട്ട്